വളരെ നല്ലൊരു സിനിമ. ഞാൻ ഒരു 10ൽ 9 മാർക്കും കൊടുക്കും. അത്രയ്ക്ക് നല്ല സിനിമയാണ്. എന്ന് പറയുമ്പോൾ രഘുനാഥ് പല്ലേരിയുടെ തിരക്കഥയാണ് എന്ന് കണ്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ കയറിയത്. പിന്നെ ഷാനവാസ് കെ ബാബുക്കുട്ടിയുടെ സംവിധാനം. പുള്ളിയുടെ നേരത്തെയുള്ള 2 സിനിമയും പോലെ തൊട്ടപ്പനും കിസ്മത്തും രണ്ടും നന്നായിട്ട് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. അത് ആ ഒരു ഉറപ്പും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയറിയത്. പിന്നെ ഈ പേരിൽ ഒരു കട്ടിൽ ഒരു മുറി, ഇനി ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. പക്ഷേ ബിഗിനിങ് ടു എൻഡ് വളരെ നന്നായിട്ട് ചെയ്യാം. കാരണം കുറേ സസ്പെൻസുകളൊക്കെ സൂക്ഷിക്കുന്ന സസ്പെൻസ് ത്രില്ലറൊന്നും അല്ല, ഫുള്ളി ഓറിയൻറ്റഡ് മൂവി, ഫാമിലി ഓറിയൻറ്റഡ് മൂവി. പിന്നെ അതിനിടയിൽ കുറച്ച് ആക്ഷനും ഗുണ്ട അങ്ങനെയൊക്കെയുള്ള പരിപാടി. പക്ഷേ അതൊന്നും ഒട്ടും ബോറിംഗ് അല്ല, കഥയായിട്ട് ചേർന്ന് പോകുന്ന ഇതായിട്ടാണ്. വളരെ നന്നായിട്ട് രഘുനാഥ് പല്ലേരി തിരക്കഥ ചെയ്തിട്ടുണ്ട്. പുള്ളി അഭിനയിച്ചിട്ടുമുണ്ട്. പിന്നെ അഭിനേതാക്കളുടെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ നായകൻ ഹക്കിൻ, നായിക പ്രേംലത, പൂർണിമ, രഘുനാഥ് പല്ലേരി, ഇവരെല്ലാം, പിന്നെ നമ്മുടെ ഷമ്മി തിലകൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് വന്ന് കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് ഒരു ടച്ചിങ് ആയിട്ട്, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൂവി എന്ന് പറയില്ലേ, അത്രയ്ക്ക് നല്ലൊരു സിനിമ. ശരിക്കും